രക്ഷാനായകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു കർത്തൃദിവസം കൂടെ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിലൂടെ തേജോമയനായ പിതാവായ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 28-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. ആകയാൽ ദൈവം തന്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവേ. നാം ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇപ്പോൾ റോമിൽ എത്തിയിരിക്കുകയാണ്. താൻ റോമിൽ കൂലിക്ക് എടുത്ത ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അതായത് ഒരു വാടക വീട് എടുത്ത് അവിടെ താമസിക്കുകയാണ്. ഇനിയും നീറോയുടെ മുമ്പിൽ താൻ ന്യായവിസ്താരത്തിനു വേണ്ടി നിൽക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ കാലയളവിൽ പൗലോസ് താൻ പാർക്കുന്ന സ്ഥലത്തേക്ക് യഹൂദന്മാരുടെ പ്രധാനികളായ ആളുകളെ വിളിച്ചു വരുത്തി. അവരോട് താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തടവിൽ കഴിയേണ്ടി വരുന്നത് എന്നുള്ളതും തനിക്കെതിരെ യഹൂദന്മാർ നിന്നത് കാരണമാണ് ഇത് എന്നുമുള്ളത് വിശദീകരിക്കുകയാണ്. എന്നിട്ട് തന്റെ വിശ്വാസം എന്താണ് എന്ന് താൻ അവരോട് വർണ്ണിച്ച് പറയുകയാണ്. ആ ഭാഗത്താണ് നാം വായിച്ചു കേട്ട കാര്യം കാണുന്നത്. ഈ രക്ഷ ദൈവം ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ അത് കേൾക്കും. അതിനു മുമ്പ് നാം ഇതിന്റെ പശ്ചാത്തലം ഒന്ന് വായിച്ചു കേൾക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 28-ന്റെ 23-ാം വാക്യം. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾക്കുവാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറയുക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ആകയാൽ ദൈവം തന്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. യഹൂദന്മാരുടെ പ്രധാനികൾ പൗലോസിൽ നിന്നും വളരെ വ്യക്തമായി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ടു. ന്യായപ്രമാണ പുസ്തകങ്ങളും മോശയുടെ വാക്കുകളും വളരെ വ്യക്തമായി അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. യേശുക്രിസ്തു ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി പൗലോസ് പ്രവാചകന്മാരിലൂടെ തെളിയിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ സുവിശേഷം വ്യക്തമായി അറിയിച്ചതിന് ശേഷവും ഇവർ അത് വിശ്വസിക്കാതെ പോവുകയാണ്. അപ്പോൾ പൗലോസ് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ കണ്ണുകൊണ്ട് കാണും, പക്ഷേ നിങ്ങൾക്ക് ശരിക്ക് കാണുവാൻ കഴിയാത്തതുപോലെ നിങ്ങളുടെ കണ്ണ് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കും, എന്നാലും നിങ്ങൾ കേട്ടുവെങ്കിലും ഗ്രഹിക്കുകയില്ല. പിന്നെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ഗ്രഹിച്ചുവെങ്കിലും നിങ്ങൾ അത് ശരിക്കും സമ്മതിക്കാതെ നിങ്ങളുടെ ഹൃദയം തടിച്ചു പോകും. അപ്പോൾ തുറന്നിരിക്കുന്ന കണ്ണ് അവർക്കുണ്ടെങ്കിലും ശരിക്കും കാണേണ്ടവണ്ണം അവർ കാണുന്നില്ല. തുറന്ന ചെവികൾ അവർക്കുണ്ടെങ്കിലും ശരിക്കും കേൾക്കേണ്ടവണ്ണം കേട്ട് അത് ഗ്രഹിക്കുന്നില്ല.
പിന്നെ അവർക്കൊരു ഹൃദയമുണ്ട്, അതുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയും. ബുദ്ധിയുള്ള ജ്ഞാനമുള്ള ഹൃദയമാണ് അവർക്കുള്ളത്. പക്ഷേ എന്നാലും അവർ ഗ്രഹിക്കുകയില്ല. കാരണം അവരുടെ ഹൃദയം തടിച്ച ഹൃദയമാണ്. അതെ, അവരുടെ കണ്ണ് അങ്ങനെ അടയ്ക്കപ്പെട്ടതും അവരുടെ ചെവി അങ്ങനെ അടയ്ക്കപ്പെട്ടതും അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നതിൻ്റെയും കാരണം അവർ മനം തിരിഞ്ഞ് വരാതിരിപ്പാൻ തക്കവണ്ണം ആണ്. പൗലോസ് അവരുടെ ഈ അവസ്ഥ കണ്ടിട്ട് അവരോട് പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അംഗീകരിക്കാതെ അവനെക്കുറിച്ച് വ്യക്തമായി കണ്ട് കേട്ട് ഹൃദയത്തിൽ മനസ്സിലാക്കാവുന്നത് പോലെ ബുദ്ധിയിൽ വിശദീകരിച്ച് ലഭിച്ചിട്ടും അവനെ അംഗീകരിക്കാതെ നിങ്ങൾ അവനെ തിരസ്കരിക്കുമ്പോൾ ദൈവം തന്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും നിശ്ചയം. പൗലോസ് വളരെ വ്യക്തമായി പറയുകയാണ്, ആദ്യം നിങ്ങൾക്ക് കാണത്തക്കവണ്ണം ദൈവം തന്നെ ഈ രക്ഷ തന്നു. ദൈവം നിങ്ങൾക്ക് കേൾക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ഈ സത്യവചനം നിങ്ങളെ കേൾപ്പിച്ചു. നിങ്ങൾക്ക് ഗ്രഹിക്കത്തക്കവണ്ണം വളരെ വ്യക്തമായി ദൈവം നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കാതിരിക്കുന്നത് കൊണ്ട് ദൈവം തന്നെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു. അതെ, ഇന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തോന്നിയ വിലയേറിയ ചിന്ത, നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടല്ലോ. നിങ്ങളും ഞാനും ഇസ്രായേൽ പൗരതയോട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു. നിങ്ങളും ഞാനും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അകന്നിരുന്നവർ, അന്യരായിരുന്നു. നാം ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, ദൈവത്തിന്റെ നാമം നാവിലെടുപ്പാൻ കഴിയാതെ അശുദ്ധർ 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 എന്ന് പറഞ്ഞ് പാളയത്തിന് പുറത്ത് കിടന്നവരായിരുന്നു. എന്നാൽ തേജോമയനായ ദൈവം ഒരുക്കിയ ഈ രക്ഷ അവൻ തന്നെ ജാതികൾക്ക് അയച്ചപ്പോൾ അത് കാണുവാൻ, ആ സത്യം കേട്ട് ഗ്രഹിക്കുവാൻ, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ അത് അംഗീകരിക്കുവാൻ നമുക്കിടയായത് എത്ര ഭാഗ്യമാണ്. നാം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം അവന്റെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ ആ പൈതലുമായിട്ട് അവന്റെ മാതാപിതാക്കൾ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ വന്യവയോധികനായ ശിമ്യോൻ ആ കുഞ്ഞിനെ കൈകളിലേന്തി പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വിശദമായി കാണുവാൻ കഴിയും. എന്നാൽ അതിന്റെ 30 മുതൽ 32 വരെയുള്ള വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ശിമ്യോൻ ഈ കുഞ്ഞിനെ കൈകളിൽ എന്തി സ്വർഗത്തിലെ ദൈവത്തോട് പറയുന്നത്, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ്. അപ്പോൾ ദൈവം ഈ യഹൂദനായ ശിമ്യോന് കർത്താവായ യേശുക്രിസ്തു എന്ന തന്റെ രക്ഷകനെ കാണിച്ചു കൊടുക്കുമ്പോൾ ശിമ്യോൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറയുന്ന വാക്ക്, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ്. അപ്പോൾ അന്നേ യഹൂദന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഈ രക്ഷ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയാണെന്ന് ശിമ്യോൻ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷയാണ്. ആ രക്ഷ കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞില്ലേ? ആ രക്ഷകനെ കണ്ട് നമ്മുടെ കണ്ണ് ഭാഗ്യമുള്ള കണ്ണുകളായി തീർന്നില്ലേ? ആ രക്ഷകനെ കുറിച്ച് കേട്ട് നമ്മുടെ കാതുകൾ ഭാഗ്യമുള്ള കാതുകളായി തീർന്നില്ലേ? ആ രക്ഷകനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നമ്മുടെ ഹൃദയം ഭാഗ്യമുള്ള ഹൃദയമായി തീർന്നില്ലേ? നിങ്ങളുടെയും എന്റെയും കണ്ണു തുറന്ന നമ്മുടെ രക്ഷകനെ കാണുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകൾ ഒരിക്കൽ കുരുട്ട് കണ്ണുകളായിരുന്നു. അത് സ്വർഗത്തിലെ ദൈവം തുറന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ
നമ്മുടെ കാത് മന്ദമായിരുന്നു, അതിനോട് പ്രതികരിപ്പാൻ നമുക്ക് ശേഷിയില്ലായിരുന്നു. എന്നാൽ ദൈവം നമ്മുടെ കാതുകൾ തുറന്നു. നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ അകന്ന് നാം പാർത്തതായിരുന്നു. ദൈവത്തെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഹൃദയത്തിന് വിശാലതയില്ലായിരുന്നു. എന്നാൽ നമ്മുടെ ആ ഹൃദയത്തെ ദൈവം തുറന്ന്, ആ ഹൃദയത്തിലേക്ക് നമ്മുടെ ദൈവം വന്ന് നമ്മുടെ രക്ഷകനും കർത്താവുമായി തീർന്നത് എത്ര ഭാഗ്യമാണ്. ഇന്ന് നമുക്ക് ആ അനുഗ്രഹീതനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം. ആ രക്ഷകനെ നമ്മുടെ കണ്ണ് കണ്ടപ്പോൾ, നമ്മുടെ രക്ഷകൻ കാൽവറി ക്രൂശിൽ, നമ്മുടെ രക്ഷാ നായകൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ കഷ്ടങ്ങളാൽ തികഞ്ഞവനായി തീരുന്ന ആ കാഴ്ച നമ്മുടെ കണ്ണ് കണ്ടു. രക്ഷക, എനിക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ക്രൂശിൽ മരിച്ചത് എന്ന് അംഗീകരിപ്പാൻ, അത് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ക്രൂശിൽ മരിക്കുന്ന രക്ഷകനെ കണ്ടുകൊണ്ട് ഇതെന്റെ രക്ഷകനും എന്റെ കർത്താവുമാണെന്ന് അംഗീകരിപ്പാൻ, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവെന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് ഗ്രഹിപ്പാൻ നമുക്കിടയായില്ലേ? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവന്റെ പാദത്തിൽ വീഴാം. അവനോട് പറയാം, കർത്താവേ, നീ എന്റെ രക്ഷകനാണ്. അങ്ങയെ കാണുവാൻ എന്റെ കണ്ണുകൾക്ക് ഇടയായതിനായിട്ട് സ്തോത്രം. എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഗ്രഹിപ്പാൻ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ഇത് പറഞ്ഞ് നമുക്ക് അവന്റെ സന്നിധിയിൽ വീണവനെ ആരാധിക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ കണ്ണുകളെ ഭാഗ്യമുള്ള കണ്ണുകളാക്കി തീർത്തു. നമ്മുടെ കർത്താവ് നമ്മുടെ കാതുകളെയും നമ്മുടെ ഹൃദയത്തെയും ഭാഗ്യമുള്ളതാക്കി തീർത്തു. നമുക്ക് അവനെ ആരാധിക്കാം, സകല മഹത്വം അർപ്പിക്കാം. തേജോമയനായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നൽകി ഞങ്ങളെ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം. ഇത് ദൈവമൊരുക്കിയ രക്ഷയാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവം ജാതികൾക്ക് വേണ്ടി ഈ രക്ഷ ഒരുക്കി എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായിട്ട് സ്തോത്രം. പ്രിയ കർത്താവേ, ജാതികൾക്ക് വേണ്ടി, സകല ജാതികൾക്ക് വേണ്ടിയും സർവ മനുഷ്യർക്ക് വേണ്ടിയും അങ്ങൊരുക്കിയ ഈ രക്ഷ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ, ഞങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുവാൻ, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് അംഗീകരിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ഹൃദയ കണ്ണുകൾ കൊണ്ട് കണ്ട്, അത്യന്തം ഉന്നതമായിരിക്കുന്ന, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായവന്റെ സന്നിധിയിൽ ഞങ്ങൾ നെടുമ്പാട് വീണ് അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു. തേജോമയനായ ദൈവമേ, ഇളയവരാകുന്ന ഞങ്ങളുടെ ആരാധന ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അർപ്പിക്കുന്നു. ദയവുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.